നിന്റെ അമ്മ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം നിർബന്ധമാണോ? ഒരു മാസത്തേക്ക് മതി. അത് കഴിഞ്ഞ് ഞാൻ വേറൊരു വീടെടുത്ത് മാറ്റിക്കോളാം. എന്നാ പിന്നെ അത് ഇപ്പോഴേ ആയിക്കൂടെ? വാടക വീട് കിട്ടാനൊന്നും അത്ര ബുദ്ധിമുട്ടില്ലല്ലോ. അതുകൊണ്ടല്ല, ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ അമ്മയെ കിടത്തിയാൽ നല്ലതാന്നൊരു തോന്നല്. കഴുത്ത് വെട്ടുന്നതിന്റെ കൂടെ മനഃശാസ്ത്രവും പഠിച്ചു തുടങ്ങിയോ? പറ്റുമെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കും. ശരത്തെ, നമ്മൾ ഇതിനു മുമ്പ് ഈ വിഷയം സംസാരിച്ചതാ. അന്ന് എന്റെ തീരുമാനം ഞാൻ പറയുകയും ചെയ്ത. ആ തീരുമാനം മാറ്റേണ്ട സാഹചര്യം വന്നു എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? തർക്കിക്കാൻ ഞാനില്ല. ശരി, നിന്നെ അമ്മയെ ഇവിടെ കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കാം. പകരം നീ എനിക്ക് എന്ത് ചെയ്യും? അങ്ങോട്ടൊരു സഹായം ചെയ്യുമ്പോ ഇങ്ങോട്ടും അത് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ ശരത്തെ, ഉണ്ടോ? എന്താ ഞാൻ പകരം ചെയ്യേണ്ടത്? ഞാനും പ്രിയൻ ജോലിക്ക് പോവാന്നറിയാലോ. പകല് മുഴുവൻ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടാവില്ല. മുത്തശ്ശിക്കാണേലും വയ്യ. അപ്പൊ അമ്മയെ നോക്കാൻ ഒരാള് വേണ്ടി വരില്ലേ? നിർത്താം, ഒരു ഹോം നേഴ്സിനെ വേണമെങ്കിൽ നിർത്താം. ആർക്ക് വേണമെങ്കിൽ? എനിക്ക് വേണമെങ്കിലോ? ഹോം നേഴ്സ് ഒന്നും വേണ്ട. പകരം അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി. നിന്റെ അമ്മ വരുമ്പോ എന്റെ അമ്മയും വരണം. പാർവതി അമ്മ. എന്താ, സമ്മതാണോ? പാർവതി അമ്മയോ? അയ്യോ, ഇത്ര വേഗം മറന്നുപോയോ നീ? അതിന് അമ്മ എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. നിനക്കറിയാം. നീ അമ്മയെ ഒളിവി താമസിപ്പിച്ചിരിക്കുന്നെ. ആർക്കും ദ്രോഹം ഇല്ലാത്തൊരു ഉപകാരല്ലേ? നിനക്കത് ചെയ്യാൻ പറ്റുന്നേ? സത്യമായിട്ടും എനിക്ക് അറിയില്ല. അറിയായിരുന്നെങ്കിലും ഇതിനു മുമ്പേ ഞാൻ അമ്മയെ കൊണ്ടുവരായിരുന്നല്ലോ. ദേവി തന്നെ ഒന്ന് വിശ്വസിക്കേ. എങ്ങനെ നിന്നെ വിശ്വസിക്കാൻ ഞാൻ? അതിന് ഞാനേ ഇനിയൊരു ജന്മം കൂടി ജനിക്കണോടാ. നിന്റെ അമ്മയ്ക്ക് പകരം എന്റെ അമ്മ.